മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് വന്ന് ഫോൺ എടുത്ത് വന്ന് നിങ്ങളോടൊന്ന് കഥ പറയാമെന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. കഥയെന്ന് പറയാൻ നമ്മുടെ മനസ്സിലൂടെ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതല്ലേ. നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ച നമ്മുടെ എന്തെങ്കിലുമൊക്കെ കോമഡീസാണ് ഞാൻ ഈ ചാനലുമായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഒറ്റയ്ക്ക് എന്നാ കോമഡി ചെയ്യാനല്ലേ? ഒറ്റയ്ക്ക് നമ്മൾ എന്ത് കോമഡി ചെയ്യും? ഒറ്റയ്ക്ക് കോമഡി ചെയ്യാം, പക്ഷെ അതിൻ്റേതായ ഇതുണ്ട്. നമുക്ക് വീഡിയോ പിടിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. ഞാനിപ്പോൾ ചാനൽ എപ്പോൾ തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്താമെന്ന് കരുതിയിട്ട് തന്നെയാണ് ചാനൽ തുടങ്ങിയത്. പക്ഷെ കണ്ടൻ്റൊന്നും മനസ്സിലോട്ട് തലയിലോട്ട് കണ്ടൻ്റൊന്നും വരുന്നില്ല. പലവട്ടം ചിന്തിക്കും, അങ്ങനെ നമ്മൾ 1-2 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇട്ടേക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റേതായ ബുദ്ധിയിൽ തോന്നുന്നതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏപ്രിൽ 1 എല്ലാവരെയും പറ്റിക്കുന്ന ഒരു ദിവസമാണല്ലോ. ഇപ്പം അങ്ങനെയൊന്നും ആരും അത് നോക്കാറില്ല. പണ്ടൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ഫോണിന് ചാർജില്ല 20%. പണ്ടൊക്കെ നമ്മൾ ഏപ്രിൽ ഫുൾ നോക്കിയിരിക്കും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതിനുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നമ്മൾ ഏപ്രിൽ 1 വീഡിയോ ഇട്ടത്. അപ്പോൾ അതൊന്നും അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ചോദിച്ചാൽ അറിയില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ മോന്തയും നമ്മുടെ വാക്കുകളൊന്നും അങ്ങോട്ട് ആരും അപ്സെറ്റ് ചെയ്യുന്നില്ല. ഇനി എൻ്റേത് കുഴപ്പമാണോ, എൻ്റെ സമയത്തിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഇച്ചിരി മുന്നേറാമെന്ന് വിചാരിച്ചാലും അപ്പം ചോദിക്കും നിങ്ങളുടെ മനസ്സ് നല്ലതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അങ്ങനെയും ചോദിക്കും. നമുക്ക് ഇതല്ലാണ്ട് വേറൊരു ചാനലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കാണുക. അതിൽ എൻ്റെ പേര് തന്നെയാണ് ഹേമസുധ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട്, ഞാൻ വിചാരിച്ച അതൊക്കെ അങ്ങോട്ട് ക്ലിക്കാവുന്നില്ല. അതിൽ നമുക്ക് ഒരുപാട് പോരായ്മകളും അതിലുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ചാനലാണ്, നമ്മൾ ഒന്നും അറിയാണ്ട് തുടങ്ങിയ ചാനലാണ്. യൂട്യൂബ് എന്താണെന്നോ യൂട്യൂബിനെ കുറിച്ച് ഏതാണെന്നോ എന്നും ഒരു പിടിയില്ലാതെ നമ്മൾ തുടങ്ങിയൊരു ചാനലാണ് ആ ചാനൽ. അപ്പോൾ അതിൽ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്കറിയാണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഒരുപാട് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറിയാണ്ട് ഓരോന്നൊക്കെ ചെയ്ത് അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം അതിനും എന്നാലും നമുക്ക് മേൽഗതി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കിട്ടുന്നതിന് കിട്ടി വാങ്ങിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല, മേൽഗതി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 1 വർഷം കൊണ്ട് അതിനെ എൻ്റെ ഒരു പരിശ്രമം കൊണ്ട് എൻ്റെ ഒരു അതേ കഷ്ടപ്പാട് കൊണ്ടും നമ്മൾ 1 വർഷം ആവണതിന് മുമ്പേ അതിനെ മോണിയാക്കി എടുക്കണമെന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. 1 വർഷം ആവണതിന് മുമ്പേ അത് മോണിയാക്കി എടുക്കണമെന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ദൈവ കൃപ കൊണ്ടോ എൻ്റെ ഭാഗ്യം കൊണ്ടോണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ആ ചാനൽ മോണിയായി. ഇപ്പോൾ വർഷങ്ങൾ കൊണ്ടേ വീഡിയോ ചെയ്യുന്നവർക്ക് ചാനൽ മോണിയാവാത്ത ആൾക്കാരും ഉണ്ട്. അതിൽ നമുക്ക് മോണിയായി കിട്ടി. പക്ഷെ മോണിയായി കിട്ടി എന്നുള്ളൊരിതേ ഉള്ളൂ. പക്ഷെ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപ വരുമാനം വാങ്ങണമെങ്കിൽ അതിനും ഒരുപാട് കടമ്പകൾ കടന്ന് പോകേണ്ടതുണ്ട്. ഞാനൊക്കെ കരുതിയുണ്ടല്ലോ, നമ്മൾ മോണിയായി കഴിഞ്ഞാൽ നമുക്കതിൽ ഒരുപാട് സംഭവം റവന്യൂയും കാര്യമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച്. അതൊന്നുമല്ല. അതാണ് നമ്മൾ പാഠങ്ങൾ പഠിച്ച് തുടങ്ങുക. നമ്മൾ LKG എത്തുമ്പോൾ 1-ാം ക്ലാസ്സിലെയും UKG കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് ആ LKG കാര്യം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട്, ആദ്യ അക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് UKG LKG, നമ്മളൊക്കെ ആ കാലത്ത് LKG UKG ഒന്നും ഇല്ല, നേരെ കൊണ്ട് 1-ാം ക്ലാസ്സിൽ ചപ്പും കേട്ടോ. ഇപ്പം അങ്ങനെയല്ല. നമ്മളൊക്കെ പഠിച്ച കാലത്ത് LKG UKG ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തായാലും നമ്മളൊന്നും അങ്ങനെ പോയിട്ടില്ല. നമ്മൾ നേരെ കൊണ്ട് 1-ാം ക്ലാസ്സിലോട്ട് കൊണ്ടങ്ങ് തള്ളി. അതേ അറിയാമോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് വന്നതും കാര്യങ്ങൾ പഠിക്കുന്നതും. ഓരോന്നും ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ചാനലിലൂടെ നമ്മൾ മോണിയാക്കി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് നമുക്ക് ഒന്നുമല്ല കേട്ടോ. അതിങ്ങനെ മെല്ലെ മന്ദഗതിയിൽ പോകുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഈ ചാനലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ ചാനൽ കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം.
എന്തായാലും യൂട്യൂബ് എന്ന് നമ്മൾ സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി. അങ്ങനെയാണ് നമ്മൾ അച്ചാമ്മ കൊച്ചുമക്കളെന്നുള്ള രീതിയിൽ ഈ ചാനൽ തുടങ്ങിയത്. കുട്ടികളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞാണ്, അതുങ്ങളൊക്കെ അറിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റേതായ എന്തെങ്കിലും കോമഡികളും മക്കളുടേതായ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് എത്തിക്കുകയാണ്. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ചെറുതായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഇതൊന്നും ഇപ്പോൾ എടുത്തിടാൻ പറ്റില്ല. അതുങ്ങൾ വളരുമ്പോൾ അവരുടേതായ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഇതിലോട്ട് ഇടാം. അപ്പോൾ ഇപ്പം ഞാൻ ഇരുന്നപ്പോൾ നിങ്ങളോടൊന്ന് എന്തെങ്കിലുമൊക്കെ പറയാം, നമ്മുടേതായ കാര്യങ്ങൾ പറയാം. ഞാൻ 4-5 വീഡിയോ ഇട്ടെങ്കിലും ഒന്നും കോമഡി രൂപത്തിലിട്ടാണെങ്കിൽ ആർക്കും അതൊന്നും കോമഡി ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് കോമഡി ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കോമഡി അല്ല എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. നമ്മൾ കോമഡി ആയിട്ട് ചിലത് പിന്നെ ഒരു ഒരിതുണ്ടല്ലോ, വടക്ക് നോക്കിയ യന്ത്രത്തിൽ നമ്മുടെ ശ്രീനിവാസനെ പോലെ ശ്രീനിവാസൻ പറയുന്നതൊക്കെ കോമഡി ആണെങ്കിലും അത് പാർവതിക്കൊന്നും കോമഡിയല്ല കേട്ടോ. പാർവതിക്ക് അതൊന്നും കോമഡിയല്ല. ശ്രീനിവാസൻ കോമഡി പറഞ്ഞ് തന്നെ ചിരിക്കുന്നെങ്കിലും പാർവതിക്ക് അതൊന്നും. അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ കോമഡി എന്നൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്ന് നമ്മുടെ ഈ ഓരോ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റികളായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളൊന്നും അതിന് നമ്മളെ പ്രോത്സാഹനം തരുന്നില്ല. ഓരോരുത്തർക്കും നമ്മൾ എത്രയൊക്കെ കോമഡി ചെയ്യാമെന്ന് വിചാരിച്ചാലും ഓരോരുത്തർക്കും അത് ജന്മനാൽ കിട്ടുന്നൊരു കഴിവാണ്. കോമഡിയൊക്കെ പറയുന്നത് ജന്മനാൽ കിട്ടുന്നൊരു കഴിവാണ്. മറ്റുള്ളവരെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവും കൂടെ വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. നോക്കട്ടെ, എന്തെങ്കിലും എൻ്റേതായ പറ്റുന്ന കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഫോൺ ഞാൻ അങ്ങനെ കിടന്നപ്പം നിങ്ങളോട് ഇതൊക്കെ പറയാം. അപ്പം അങ്ങനെയാണ് ഓടിയെത്തിയത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ.